Namaskaram, hi, hello, and welcome back to my YouTube channel, My Twin Flame Yatra. എൻ്റെ പേര് ബിജ്നി. Thank you so much for your love and support. ഹോപ്പ് നിങ്ങളെല്ലാം ഡിവൈൻ്റെ ഗൈഡൻസോടുകൂടി ട്വിൻ ഫ്ലെയിം ജേർണിയിൽ നിങ്ങൾ ഗിവ് അപ്പ് ചെയ്യാതെ മുന്നോട്ട് പോകാൻ വിശ്വസിക്കൂ. പ്ലീസ് നിങ്ങൾ ഈശ്വരനിൽ ഗിവ് അപ്പ് ചെയ്യരുത്, നിങ്ങൾ പ്രണയത്തിൽ ഗിവ് അപ്പ് ചെയ്യരുത്, നിങ്ങളിൽ ഗിവ് അപ്പ് ചെയ്യരുത്, നിങ്ങൾ ട്വിൻ ഫ്ലെയിം ജേർണിയിൽ ഗിവ് അപ്പ് ചെയ്യരുത്. സോ നിങ്ങൾ ഓർഡർ ഒരിക്കലും മറക്കരുത്. ആദ്യമേ ഭഗവാൻ, പിന്നെ നമ്മൾ ട്വിൻ ഫ്ലെയിം, അതായത് ഭഗവാൻ, പിന്നെ നിങ്ങളായിരിക്കണം നിങ്ങളുടെ പ്രയോറിറ്റി, അതിനുശേഷം ട്വിൻ ഫ്ലെയിം. ഓക്കെ, അതിനുശേഷം മറ്റെന്തും ഈ ലോകത്ത് വരാൻ പാടുള്ളൂ. ഇങ്ങനെയാണ് ഡിവൈൻ ഓർഡർ ഭഗവാൻ തീരുമാനിച്ചു വെച്ചിരിക്കുന്നത്. ഓക്കെ, ആൻഡ് താങ്ക് യു ഓൾ. സോ 2 വർഷത്തെ പ്രയത്നത്തിൻ്റെ ഒടുവിൽ ഭഗവാൻ എന്നെ അനുഗ്രഹിച്ചു. ലൈക്ക് നമ്മുടെ യൂട്യൂബ് ഫാമിലി 1000+ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കാണ്. ഭഗവാന്റെ കടാക്ഷത്താലും നിങ്ങൾ ഓരോരുത്തരുടെ സപ്പോർട്ടാൽ മാത്രമാണ് ഇത് സാധ്യമായത്. ആൻഡ് താങ്ക് യു ഫോർ എൻ്റെ കൂടെ ഒപ്പം എൻ്റെ ജേർണിയിൽ ഉണ്ടായതിന് ഒരുപാട് നന്ദിയുണ്ട്. ബിക്കോസ് എന്താ ഞാൻ പറയാം, സോ ബ്ലെസ്ഡ്. സോ ഇന്നത്തെ ടോപ്പിക് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, പ്ലീസ് ഡോണ്ട് ഗിവ് അപ്പ്. എന്ത് തന്നെ വന്നാലും ചൂസ് ലവ്, ചൂസ് യൂണിയൻ. യെസ്, ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് പറയുവാണ്. നമ്മളെ ലൈഫിൽ നമ്മൾ എപ്പോഴും ഒരു നിശ്ചിത പോയിന്റ് എത്തുമ്പോൾ നമ്മൾ ആലോചിക്കും, എന്തിനാണ് ഞാൻ അതൊക്കെ ചെയ്തത്, എന്താണ് എനിക്ക് വേണ്ടത് എന്ന ചോദ്യം നിങ്ങൾ നിങ്ങളോട് ചോദിക്കണം. നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്നറിയോ? നമ്മൾക്ക് ഒരു ജീവിതത്തിൽ വേണ്ട എന്താണെന്നറിയോ? പ്രണയം, ലവ് ഈസ് ദ ഇമോഷൻ, ആ ഭാവം, കണക്ഷൻ. ലവിനോടൊപ്പം അക്സെപ്റ്റൻസ് ആണ്. നമ്മളായിട്ട് അംഗീകരിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നു. അതിനൊക്കെ നമുക്ക് യോഗ്യതയുണ്ട്. നമ്മളെല്ലായ്പ്പോഴും ബിലീവ് ചെയ്യുന്നൊരു കാര്യമുണ്ട്, നമ്മൾ അയോഗ്യരാണെന്ന്. നമ്മൾ യോഗ്യത തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ ട്വിൻ ഫ്ലെയിം ജേർണിയിൽ സ്റ്റക്കായി പോകുന്നത്. ബിക്കോസ് നമ്മളിപ്പോഴും ബിലീവ് ചെയ്യുന്നത് നമ്മൾ യോഗ്യരല്ലെന്നാണ്. ഈ ഒരു ജേർണിക്ക് വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ ഈ ട്വിൻ ഫ്ലെയിമിന് വേണ്ടി നമ്മൾ അയോഗ്യരാണെന്ന് നമ്മളത് ശക്തമായി ബിലീവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ജേർണിയിൽ വിശ്വാസമുണ്ടെങ്കിൽ പോലും ചില സമയത്ത് നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടുന്നത്. നമ്മൾ ആ ഈശ്വരൻ തന്ന ജേർണിയാണിത്. നമ്മളായിട്ട് കണ്ടുപിടിച്ച ജേർണിയല്ല, നമുക്ക് ഭഗവാൻ തന്ന ജേർണിയാണ്. ഭഗവാനെ മുറുക്കെ പിടിക്കുക. യെസ്, സംശയങ്ങളുണ്ടാവും. ഈ ഒരു ജേർണി ഏത് വ്യക്തിയുടെ ലൈഫിൽ അത് അനുഭവത്തിൽ വന്നാൽ മാത്രമേ അവർക്കൊരു ഒരു സ്റ്റാമ്പ് അടിക്കാൻ പറ്റത്തുള്ളൂ. യെസ്, ഇങ്ങനൊരു ജേർണി ഉണ്ട്, അല്ലെങ്കിൽ അവർക്കത് വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ. സോ നിങ്ങൾ എത്ര പേര് വർഷങ്ങളോളം ഈ ജേർണിയിലുണ്ട്, അല്ലെങ്കിൽ പുതിയതായിട്ട് അവേക്കനായി വരുന്നവരുണ്ട്. പുറത്തു നോക്കുന്ന ഏതൊരു വ്യക്തിക്കും ട്വിൻ ഫ്ലെയിം ജേർണി ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആയിട്ടോ, അല്ലെങ്കിൽ ബന്ധങ്ങളെ തകർക്കുന്ന ഒരു കാര്യമായിട്ടോ, അല്ലെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ഊരാക്കുടുക്കായിട്ടായിരിക്കും തോന്നുന്നത്. സോ ലെറ്റ് ദം. അവരെ നമ്മളെ ജഡ്ജ് ചെയ്യട്ടെ. അവരെ നമ്മളെ എന്താ പറയുക അവരെ നമ്മളെ മുൻവിധി ചെയ്യുമെന്ന് ചെയ്യട്ടെ. അവരെ നമ്മളെ മിസ്അണ്ടർസ്റ്റാൻഡ് അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെടുവാണെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെടട്ടെ. പക്ഷെ നിങ്ങൾ ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം. ഈശ്വരൻ എനിക്ക് തന്ന ജേർണിയാണ്. നിങ്ങളുടെ ചുറ്റും എത്ര പേർക്കുണ്ട് ഈ ജേർണി, അല്ലെങ്കിൽ എത്ര പേർക്കറിയാം ഈ ട്വിൻ ഫ്ലെയിമിനെ പറ്റി? സോ നമ്മൾ ഓരോരുത്തരും ഈ ജേർണിയിൽ വന്ന ഓരോരുത്തരും ബ്ലെസ്ഡ് ആണ്. ബിക്കോസ് സ്പിരിച്വാലിറ്റിയുടെ ഹയസ്റ്റ് മോസ്റ്റ് ഒരു പ്രോസസ്സാണ് നമ്മൾ ട്വിൻ ഫ്ലെയിം ജേർണിയോടൊപ്പം. ബിക്കോസ് നമ്മുടെ ട്വിൻ ഫ്ലെയിമിനോടൊപ്പമാണ് ഈ ഒരു അസെൻഷൻ പ്രോസസ്സ്, അല്ലെങ്കിൽ ആധ്യാത്മ ഉന്നതി നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? സോ സന്യാസഭാവം വെടിഞ്ഞ് നമ്മുടെ പ്രണയത്തിനോടൊപ്പം, അതായത് ഒരു ആത്മാവ് 2 ശരീരം ഒന്നായിട്ട് ഈശ്വരനിലേക്ക് ലയിക്കുന്നതാണ് ഈ ട്വിൻ ഫ്ലെയിം ജേർണിയുടെ ധർമ്മം. ഈശ്വരനാണ് ഈ ഒരു ജേർണിയുടെ മൂലകാരണം. ഈശ്വരനില്ലെങ്കിൽ നമ്മളും ഇല്ല, അല്ലെങ്കിൽ ഈ ജേർണി ഇല്ല. ഈശ്വരനിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും ഉള്ളത്. സോ നിങ്ങളാരെങ്കിലും മിസ്ഗൈഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ജഡ്ജ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ നിങ്ങൾ ജഡ്ജ് ചെയ്യട്ടെ. നിങ്ങൾ ഭയക്കരുത്. എനിക്കത് തന്നെയാണ് പറയാനുള്ളത്.
ബിക്കോസ് ഇത് ഈശ്വരൻ തന്ന ജേണിയാണ്. സോ നിങ്ങൾ ആർക്കും ഉത്തരം കൊടുക്കേണ്ട ആവശ്യമില്ല, ഭഗവാൻ അതിൻ്റെ ഉത്തരം കൊടുത്തോളൂ. നിങ്ങൾ നിങ്ങളുടെ കർമ്മം ചെയ്യുക, നിങ്ങളുടെ ധർമ്മം ചെയ്യുക. നിങ്ങളുടെ കർമ്മവും ധർമ്മം എന്താണ്? ഈശ്വരനെ മുറുക്കെ പിടിക്കുക, ഈശ്വരനിലേക്ക് ലയിക്കുക, നിങ്ങളെ സ്നേഹിക്കുക, ആൻഡ് നിങ്ങൾ ട്വിൻ ഫ്ലെയിമിനെ ചൂസ് ചെയ്തുകൊണ്ടിരിക്കുക. നോ മാറ്റർ വാട്ട്, എന്ത് തന്നെ ആയിക്കോട്ടെ കണ്ടീഷൻ. നിങ്ങൾ മാരീഡ്, നിങ്ങൾ ട്വിൻ ഫ്ലെയിം മാരീഡ്, നിങ്ങൾ അൺമാരീഡ്, നിങ്ങൾ ട്വിൻ ഫ്ലെയിം മാരീഡ്, നിങ്ങൾക്ക് പേരക്കുട്ടികളുണ്ട്, നിങ്ങൾ വിഡോ ആണ്, നിങ്ങൾ ട്വിൻ ഫ്ലെയിം മാരീഡ് ആണ്, വാട്ട് എവർ ദ കണ്ടീഷൻ, വാട്ട് എവർ. ഇനി നിങ്ങൾ ട്വിൻ ഫ്ലെയിം വേറെ രാജ്യത്തിൽ നിന്നാണ്, അല്ലെങ്കിൽ വേറെ റിലീജിയനിൽ നിന്നാണ്, വേറെ സംസ്ഥാനത്തിൽ നിന്നാണ്, വേറെ ജില്ലയിൽ നിന്നാണ്, എന്ത് തന്നെ ആയിക്കോട്ടെ, ദാറ്റ് ഡസൻറ്റ് മാറ്റർ. വാട്ട് മാറ്റർ എന്ന് വെച്ചാൽ ലവ് നെവർ ഫെയിൽസ്. പ്രണയം ഒരിക്കലും തോൽക്കില്ല. ബിക്കോസ് നമ്മൾ ഓരോ ഫൗണ്ടേഷൻ എടുത്തിട്ടാണ് പോകുന്നത്, അതുകൊണ്ടാണ് സമയമെടുക്കുന്നത്. കാരണം ഈശ്വരൻ്റെ പാത, നമുക്ക് ഈശ്വരൻ്റെ പാതയിലൂടെ പോകുമ്പോൾ ശരിയാണ്, നമുക്ക് കല്ലും മുള്ളും അല്ലേ, മറ്റേ സ്വാമിയെ ശരണമയ്യപ്പോലെ പാട്ടില്ലേ, കല്ലും മുള്ളും കാലിക്ക് നെത്തി. സോ കല്ലും മുള്ളും നിറഞ്ഞതായിരിക്കും ആ പാത. ചിലപ്പം കുറച്ച് ഡിഫിക്കൽട്ടി ഉണ്ടാവാം. ഈഗോൻ്റെ പാത്ത് അല്ലെങ്കിൽ സെപ്പറേഷൻ്റെ പാത്ത് നമുക്ക് എളുപ്പമാണെന്ന് തോന്നും. കാരണം ഈ ജേണിയുടെ പെയിൻ കാരണം നമ്മൾ ഈശ്വരനെ ചൂസ് ചെയ്യാതെ നമ്മൾ ഈഗോ സെപ്പറേഷനെ ചൂസ് ചെയ്യുന്നെങ്കിൽ നമുക്ക് തോന്നും. അപ്പം നമ്മൾ ആ ഫാമിലി അല്ലെങ്കിൽ ഇത്രയും നാൾ ഉണ്ടാക്കിയിരുന്ന ആ കള്ളത്തെ നമ്മൾ മുറുക്കി പിടിക്കും, നമ്മുടെ ഈഗോ സെൽഫിനെ മുറുക്കി പിടിക്കും. സോ ആദ്യമൊക്കെ സൂപ്പറായിട്ട് തോന്നും, പക്ഷെ പിന്നീട് ആ കള്ളങ്ങൾ പൊള്ളയാണെന്ന് നമുക്ക് മനസ്സിലാകും. ഒരു അൺബിയറബിൾ പെയിൻ ആയിരിക്കും, അസഹനീയമായ പെയിൻ ആയിരിക്കും ഫീൽ ചെയ്യുന്നത്. സോ നിങ്ങൾ ആ ഒരു പെയിനിലേക്ക് എത്തി നിങ്ങൾ ഈ ഒരു ജേണിയിലേക്ക് എത്തണോ, അതോ തുടക്കത്തിൽ തന്നെ കല്ലും മുള്ളും കൊണ്ടിട്ട് നിങ്ങളുടെ ജേണി പിന്നീട് അങ്ങോട്ട് സ്മൂത്തായി വരും? ബിക്കോസ് നിങ്ങളുടെ അപ്പോഴത്തേക്ക് നിങ്ങളുടെ ഫെയ്ത്ത് മസിൽ, വിശ്വാസം മസിൽ, അതായത് ട്രസ്റ്റ് മസിൽ നിങ്ങൾ ബിൽഡ് ചെയ്തിരിക്കും. ഭഗവാനോടുള്ള വിശ്വാസം, നിങ്ങളുടെ പ്രണയത്തിനോടുള്ള വിശ്വാസം. കാരണം ഈ വിശ്വാസം ഇല്ലായ്മ അല്ലെങ്കിൽ ഈശ്വരനെ എവിടെയോ നമ്മൾ ഡൗട്ട് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ജേണിയിൽ കൂടുതലും സ്റ്റക്കായി പോകുന്നത്. ഇൻക്ലൂഡിങ് മീ, ഞാനും സ്റ്റക്കാവാറുണ്ട്. ബിക്കോസ് നമ്മൾ ഈഗോ ആയിട്ട് അത്രയ്ക്കും ബ്ലെൻഡാണ്. ബ്ലെൻഡ് മീൻസ് നമ്മൾ അത്രയ്ക്ക് എന്ന് വെച്ചാൽ നേരെ ഒരു നൂലിയുടെ വ്യത്യാസത്തിലാണ് നമ്മുടെ ഈഗോ കയറി കളിക്കുന്നത് നമ്മുടെ അടുത്ത്. മനസ്സിലായില്ലേ? നമുക്ക് മനസ്സിലാവത്തില്ല. സോ അത്രയ്ക്ക് നമ്മൾ അവെയർനെസ് ഉണ്ടായിരിക്കണം. ഞാൻ ഈഗോയിലാണോ ഒരു ദിവസത്തിൽ എണ്ണീച്ച് കഴിഞ്ഞാൽ ഞാൻ ഈഗോ ബേസ്ഡ് ചോയ്സസ് ആണോ എടുക്കുന്നത്, ലവിങ് ബേസ്ഡ് ചോയ്സസ് ആണോ എടുക്കുന്നത്, ഇന്ന് ഞാൻ ഈശ്വരൻ്റെ കൂടാണോ ഓരോന്ന് ചെയ്യുന്നത്, അതോ ഞാൻ സെപ്പറേഷൻ ചൂസ് ചെയ്താണോ ഓരോന്ന് ചെയ്യുന്നതെന്നുള്ളത്. കാരണം ഇതെൻ്റെ അനുഭവത്തിൽ പറയാം, നമ്മൾ ഈഗോ ബേസ്ഡ് ചോയ്സ് ആകുമ്പോൾ നമ്മൾ മെല്ലെ നമ്മൾ റോബോട്ടായി മാറും. എല്ലാം ചെയ്യുന്ന യാന്ത്രികമായിരിക്കും. നമ്മുടെ ബോഡി സ്റ്റക്കായി പോകും. നമുക്ക് ചെയ്യുന്നത് നമുക്കൊന്നും മനസ്സിലാവത്തില്ല. എന്താണ് നേരം വെളുക്കുന്നു, നമ്മൾ ജോലി ചെയ്യുന്നു, ജോലിക്ക് പോകുന്നു, പിന്നെ രാത്രിയാവുന്നു, വീണ്ടും നേരം വെളുക്കുന്നു, രാത്രി ഉറക്കം വരുമോ, അനാവശ്യമായ ചിന്തകളായിരിക്കും. ഒന്നെങ്കിൽ നമ്മുടെ ട്വിൻ ഫ്ലെയിമിനോട് കഴിഞ്ഞു പോയ കാര്യങ്ങളായിരിക്കാം ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ ഇനി നമ്മൾ ഫ്യൂച്ചറിൽ ഇനി ഇങ്ങനെയുള്ള നമ്മൾ തന്നെ സങ്കല്പിക്കും, ഇന്ന ഈ ഒരു സെനറിയോ ഉണ്ടായാലും ഇങ്ങനൊരു കാര്യം ഉണ്ടാക്കും, ഇങ്ങനെ ABC കുറേ സീനുകൾ ആലോചിച്ച് വെക്കും. ചിലപ്പോൾ അതൊന്നും ആയിരിക്കത്തില്ല നടക്കുന്നത്. പിന്നെ അതിലുള്ള ടെൻഷൻ, നമ്മൾ പ്രസൻറ്റ് മോഡിൽ ഇരിക്കത്തേ ഇല്ല. ദാറ്റ്സ് വൈ വി ആർ സ്റ്റക്ക്. ബിക്കോസ് നമ്മൾ ഒന്നെങ്കിൽ കൂടുതൽ പാസ്റ്റിൽ ജീവിക്കും, അല്ലെങ്കിൽ നമ്മൾ ഫ്യൂച്ചറിൽ ജീവിക്കും. എന്തായാലും നമ്മൾ ഭയത്തിലാണ് ജീവിച്ചുകൊണ്ട്, നിരന്തരം നമ്മൾ ഫിയറിനെയാണ് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇലൂഷനെയാണ് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ലൈഫിൽ നമ്മൾ സ്റ്റക്കായി പോകുന്നത്. അതുകൊണ്ട് നമുക്ക് പിന്നെ സെൽഫ് ലവ് ചെയ്യാൻ തോന്നത്തില്ല, നമുക്കൊന്നും നല്ലത് തോന്നത്തില്ല. കാരണം നമ്മൾ പിന്നെ തോന്നും, എന്തിനാണ് ഞാൻ എനിക്ക് ഈ ജേണി തന്നത്? നമ്മൾ ഈ ജേണിയെ ഡൗട്ട് ചെയ്യും. നമ്മൾ ഈശ്വരനോട് നമുക്ക് വെറുപ്പ് പോലെ അവസ്ഥ വരും. ലൈക്ക് ഒന്നും ശരിയാവാത്ത അവസ്ഥ. ചിലപ്പോൾ ജോലിക്ക് പോയാലും മനസ്സമാധാനമില്ല, വീട്ടിൽ വന്നാലും മനസ്സമാധാനമില്ല, ഒന്നും ചെയ്യാൻ തോന്നാത്ത ഒരു പർട്ടിക്കുലർ നമുക്കത് ആരോടും പറയാനും പറ്റത്തില്ല. ലൈക്ക് ബിക്കോസ് നമ്മൾ ഉള്ളിൽ ഓരോന്നും ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കണം. ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ ഉറങ്ങിയാലും ഉറങ്ങാത്ത തരത്തിൽ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് കാരണം ഇഫ് നിങ്ങൾ ട്വിൻ ഫ്ലെയിം, നിങ്ങൾ അൺമാരീഡും നിങ്ങൾ ട്വിൻ ഫ്ലെയിം മാരീഡ് ആണെങ്കിൽ നിങ്ങൾ ആലോചിക്കും, എങ്ങനെ യൂണിയൻ സംഭവിക്കും?
കാരണം അവരത്ര സന്തോഷത്തിൽ അവരുടെ മാരീഡ് ലൈഫിൽ. ഇനി അവരെങ്ങനെ എങ്ങനെ ചൂസ് ചെയ്യും? എങ്ങനെ പോസിബിളാണ്? ഇനി നിങ്ങൾ അഥവാ രണ്ടുപേരും ഡിഫറെൻ്റ് ആൾക്കാർ മാരീഡ്, എന്നിട്ട് ആ ചോദ്യം വരും, എങ്ങനെ ഞാൻ എൻ്റെ മക്കളെ ഇട്ടിട്ട് പോകും, അല്ലെങ്കിൽ എങ്ങനെ ഞാൻ ഇങ്ങനെ മുന്നോട്ട് പോകും, എങ്ങനെ ഞങ്ങളുടെ യൂണിയൻ സംഭവിക്കും, എങ്ങനെ യൂണിയൻ സംഭവിക്കും എന്ന ചോദ്യം എപ്പം നമ്മുടെ മൈൻഡിൽ സ്റ്റക്കാകുന്നുവോ അപ്പം നമ്മളും സ്റ്റക്കാക്കും. ബിക്കോസ് എങ്ങനെ സംഭവിക്കും എന്നുള്ളത് നമ്മുടെ കൈകളിലല്ല, അത് ഈശ്വരൻ്റെ കൈകളിലാണ്. അത് ഈശ്വരൻ്റെ കൈകളിൽ സുരക്ഷിതമാണ്. എന്ത്? നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം ഹാർമോണിയസ് യൂണിയൻ അത് ഓൾറെഡി ക്രിയേറ്റഡ് ആണ്. സോ അത് മാനിഫെസ്റ്റ് ചെയ്യേണ്ട താമസമേ ഉള്ളൂ. അത് എന്തുകൊണ്ടാണ് മാനിഫെസ്റ്റ് ചെയ്യപ്പെടാത്തത് അല്ലെങ്കിൽ ചെയ്യാൻ തടസ്സമായി നിൽക്കുന്നത്? നമ്മുടെ തന്നെ ബിലീഫ് സിസ്റ്റം. നമ്മൾ ആ ബിലീഫ് എന്ന് വെച്ചാൽ എങ്ങനെ പോസിബിൾ ആണ്, ഹൗ ഇറ്റ് ഗോണ പോസിബിൾ. നമ്മൾ ആ ഹൗവിൽ സ്റ്റക്കായിരിക്കും. ഒരു പ്രാവശ്യത്തെ ആ ഹൗ ഇത്രയും ഇലൂഷൻ ക്രിയേറ്റ് ചെയ്യും. നമുക്ക് വേണ്ടാത്ത ചോദ്യങ്ങൾ തരും, നമുക്ക് വേണ്ടാത്ത സംശയങ്ങൾ തരും. പിന്നെ നമ്മൾ വീണ്ടും ഒന്നെങ്കിൽ നമ്മുടെ ട്വിൻ ഫ്ലെയിമിനെ സ്റ്റോക്ക് അത് ചെയ്യാന്ന് വെച്ചാൽ മീൻസ് ഇൻസ്റ്റാഗ്രാമിൽ, അവരുടെ ഫേസ്ബുക്കിൽ, അല്ലെങ്കിൽ അവരുടെ DP ചെക്ക് ചെയ്യുക, അവരുടെ ഫാമിലിയുടെ ഫോട്ടോസൊക്കെ എന്താ നമ്മളിരുന്ന് കഴിയും. കണ്ടോ അവർ ഹാപ്പിയാണ്, അവരുടെ വൈഫിൻ്റെ കൂടെ ഫോട്ടോ ഇടുന്നു, അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ കൂടെ ഫോട്ടോ ഇടുന്നു, അവർ കുട്ടികളുടെ കൂടെ നിൽക്കുന്നു, ട്വിൻ ഫ്ലെയിം ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഇനി എങ്ങനെ സംഭവിക്കും, ഞാൻ മന്ദബുദ്ധിയായിരിക്കാം, എനിക്ക് വല്ല ആവശ്യം ഉണ്ടായിരുന്നു. ഇങ്ങനെ നമ്മളെ തന്നെ കുറ്റം പറഞ്ഞു തന്നെ ഇരിക്കും. നിങ്ങൾ ഈ ഒരു നിമിഷം ആലോചിച്ചിട്ടുണ്ടോ ഭഗവാൻ എത്രമാത്രം സ്നേഹത്തോടെയായിരിക്കും നിങ്ങൾക്ക് ജേർണി തന്നത്? നിങ്ങളുടെ സോൾ എത്രമാത്രം സന്തോഷത്തോടെയായിരിക്കും ഈ ജേർണിയിലേക്ക് എൻ്റർ ആയിട്ടുണ്ടാവുക? യെസ്, ഡിഫിക്കൽട്ടാണ്. കാരണം നമ്മുടെ ഉള്ളിലെ ഈഗോ സെൽഫിന്, കാരണം ആ ഈഗോയെ സർവൈവ് ചെയ്യാൻ മാത്രമേ അറിയത്തുള്ളൂ. നമ്മുടെ ഈഗോ സെൽഫ് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഇത്രയും കാലം സർവൈവ് ചെയ്തുകൊണ്ടായിരുന്നിരുന്നത്. ബിക്കോസ് നമ്മുടെ ചെറുപ്പം മുതൽ, ഇനി നിങ്ങളൊരു അബ്യൂസീവ് ഫാമിലി കണ്ടീഷനിലാണ് ജനിച്ച് വളർന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സർവൈവ് ചെയ്ത് ഇത്രയിടം വരെ എത്തി. സർവൈവ് ചെയ്യാൻ മാത്രമേ അറിയത്തുള്ളൂ. അതിന് യഥാർത്ഥ പ്രണയം അല്ലെങ്കിൽ ആ ഒരു കൈൻഡ് ഓഫ് ഫീൽ എന്താണെന്ന് അറിഞ്ഞത് ചിലപ്പോൾ ട്വിൻ ഫ്ലെയിം ജേർണിയിൽ വന്നിട്ടൊക്കെ. സോ ആ ഒരു ജേർണിയിൽ മുന്നേ വന്നിട്ട് കുറച്ച് നാളത്തേക്ക് ആ ഒരു ലവിൽ എക്സ്പോഷർ കിട്ടിയിട്ട് അല്ലെങ്കിൽ ലവ് കിട്ടിയിട്ട് പെട്ടെന്ന് നമ്മുടെ ട്വിൻ ഫ്ലെയിമിൽ നിന്ന് വിഡ്രോ ചെയ്യപ്പെടുമ്പോൾ നമുക്ക് മാനസിക പിരിമുറുക്കം ഉണ്ടാവും, സംഘർഷം ഉണ്ടാവും, എന്ത് ചെയ്യണമെന്ന് പറ്റാത്ത അവസ്ഥ ഉണ്ടാവും. നമ്മൾ വിചാരിക്കും, ഈശ്വര ഞാൻ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഇലൂഷനാണോ, എനിക്ക് ഈ ജേർണി സത്യമാണോ? നമ്മൾ വീണ്ടും ഈശ്വരനോട് ചോദ്യം ചെയ്യും, യൂണിവേഴ്സിനോട് പറയും, എനിക്ക് സൈൻ കാണിച്ചു തരൂ, അല്ലെങ്കിൽ സിങ്ക്രോണിസിറ്റീസ് കാണിച്ചു തന്നാലും നമ്മളത് ബിലീവ് ചെയ്യത്തില്ല. പിന്നെ നമ്മളെന്താ വീണ്ടും ആ ഒരു സൈക്കിൾ ഇങ്ങനെ ലൂപ്പിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. നമ്മളൊന്ന് നല്ല രീതിയിൽ പോകും, പിന്നെ സ്റ്റക്കാവും, വീണ്ടും സർക്കിൾ ബാക്ക് ചെയ്യും, വീണ്ടും നമ്മൾ മുന്നോട്ട് പോകും, പിന്നെ അത്രയും നമ്മൾ തിരിച്ചു വരും. ബിക്കോസ് നമ്മളെല്ലാം പുറത്തോട്ടാണ് നോക്കുന്നത്. നമ്മൾ എല്ലാവരും റിസൾട്ട് ഓറിയൻറ്റഡ് ആണ്. ഈവൻ ദോ ഞാൻ പോലും ചില സമയത്ത് നമ്മൾ ചെയ്യുന്നൊരു കാര്യം റിസൾട്ട് കിട്ടാതിരിക്കുമ്പോൾ വിഷമം നല്ലപോലെ വരാറുണ്ട്, എന്തിനു ചെയ്യണം എന്ന് വരെ ചിന്തിക്കാറുണ്ട്. സോ ഇറ്റ്സ് നോർമൽ. സോ എന്താണ് ആ പെർട്ടിക്കുലർ മൂമെൻറ്റിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണ്? ജസ്റ്റ് സ്റ്റിക്ക് ഓൺ ടു യുവർ ഗോഡ്. ഈശ്വരനിലേക്ക് മുറുക്ക് പിടിക്കുക, ഈശ്വരനോട് പറയുക, യെസ് ഡിഫിക്കൽട്ടാണ്. ആ ഒരു സ്റ്റക്കായ സാഹചര്യത്തിൽ നിങ്ങൾ ട്വിൻ ഫ്ലെയിം ഹാപ്പി ആയെന്ന് നിങ്ങളെ പുറമെ കാണിക്കുമ്പോൾ, ലൈക്ക് ഹാപ്പിയാണ്, സന്തോഷത്തിലാണ്, അവരുടെ ഫാമിലിയായിട്ട് ഫോട്ടോ എടുക്കുന്നു, വാട്ട് എവർ അവർ ചെയ്യുന്നു, ദാറ്റ് പെർട്ടിക്കുലർ മൊമെൻറ്റിൽ യെസ് ഭയങ്കര വിഷമം വരും, ഭയങ്കര സങ്കടം വരും, നമുക്ക് പറയാനറിയാത്ത വേദന തന്നെ വരും. ബട്ട് അറ്റ് ദാറ്റ് പെർട്ടിക്കുലർ മൊമെൻറ്റ് നിങ്ങളോട് പറയേണ്ട ഒരു കാര്യമുണ്ട്, ദാറ്റ് ലവ് നെവർ ഫെയിൽസ്. ലവ് ഒരിക്കലും തോൽക്കില്ല, യഥാർത്ഥ പ്രണയം. ബിക്കോസ് നിങ്ങൾ ട്വിൻ ഫ്ലെയിം നിങ്ങളുടെ ഡിവൈൻ കൗണ്ടർ പാർട്ടാണ്. നിങ്ങളൊരു ഫെമിനൻ ആയിക്കോട്ടെ മാസ്കുലിൻ ആയിക്കോട്ടെ, ഡസൻറ്റ് മാറ്റർ. അത് നിങ്ങളുടെ ഡിവൈൻ മാസ്കുലിൻ, അത് നിങ്ങളുടെ ഡിവൈൻ ഫെമിനൻ ആണ്. സോ ആ ഇലൂഷനിൽ ആ പെർട്ടിക്കുലർ മൊമെൻ്റ് എന്താണ് വേദന, അവരുടെ ആബ്സെൻസ് ആണോ ഫീൽ ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ അർത്ഥം നമ്മുടെ ഉള്ളിൽ നമ്മൾ പ്രസൻസ് അല്ല. സോ നമ്മുടെ ട്വിൻ ഫ്ലെയിമിനെയാണ് മിസ് ചെയ്യുന്നതെങ്കിൽ ആ മിസ്സിങ് സ്റ്റേജിൽ നിങ്ങളെ
മൊത്തത്തിൽ മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ എനർജീനെയാണ് മിസ് ചെയ്യുന്നത്. ബിക്കോസ് നിങ്ങൾ സ്റ്റക്കായപ്പോൾ നമ്മൾ പ്രസൻറ്റ് മൂമെൻറ്റിൽ മാറിയപ്പോൾ നമ്മൾ പാസ്റ്റ് അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ പോയി. നമ്മൾ തന്നെ ഔട്ട്കം എന്താണെന്നുള്ളൊരു, കാരണം നമ്മളൊരു ഹ്യൂമൻ നേച്ചറാണ്. ഒരു കാര്യം കിട്ടിക്കഴിയുമ്പോൾ, ഒരു പ്രോബ്ലം കിട്ടിക്കഴിയുമ്പോൾ അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നമ്മൾ സെനറിയോ ക്രിയേറ്റ് ചെയ്യും. ABC ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഏറ്റവും വേഴ്സ്റ്റ്, ഏറ്റവും മോശം എന്താണോ കിട്ടാനുള്ള ഔട്ട്കം, ആ ഔട്ട്കമ്മിനെ ആയിരിക്കും നമ്മൾ സ്വീകരിക്കുന്നത്. നമ്മുടെ ഹ്യൂമൻ നേച്ചർ മൈൻഡും അങ്ങനെ ആയിപ്പോയി. ബിക്കോസ് നമ്മളെല്ലാവരും ഹ്യൂമൻ എവല്യൂഷൻ കഴിഞ്ഞ്, അതായത് ആനിമൽസിനെയൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി സർവൈവ് എങ്ങനെ ചെയ്യണം എന്ന് അറിഞ്ഞ് ജീവിച്ചൊരു റെപ്റ്റൈലൽ ബ്രെയിനും നമുക്കുണ്ട്. സോ ആ ഒരു കാര്യം കയറി ട്രിഗറായിട്ട് നമ്മൾ സർവൈവ് ചെയ്യാനാണ് നോക്കുന്നത്. സോ സർവൈവ് ചെയ്യാനല്ല അവിടെ നോക്കേണ്ടത്, അവിടെ സ്നേഹമാണ് കൊടുക്കേണ്ടത്. ആ പെർട്ടിക്കുലർ മൂമെൻറ്റിൽ നിങ്ങൾ ട്വിൻ ഫ്ലെയിം എൻജോയ് ചെയ്യുകയാണ്, നിങ്ങൾ കാണുമ്പോൾ സങ്കടം വരുവാണെങ്കിൽ ഗോ ടു ദാറ്റ് പാർട്ട്. നിങ്ങൾ ആ കാണുമ്പോൾ, ഫോട്ടോസ് കാണുമ്പോൾ നിങ്ങളുടെ സോളിന് ഭയങ്കര സങ്കടം അല്ലെങ്കിൽ വിഷമം വരത്തില്ലേ, നിങ്ങളുടെ സോളിന് സത്യം അറിയാം, പക്ഷെ നിങ്ങൾക്കൊരു പെയിൻ ഫീൽ ചെയ്യുന്നത്, ഗോ ടു ദാറ്റ് പാർട്ട്. നിങ്ങൾ ആ സോളിൻ്റെ ആ ഭാഗത്ത് പോവുക ആൻഡ് ഗിവ് ദാറ്റ് ലവ് ആൻഡ് പ്രസൻസ്. എന്നിട്ട് ഉറപ്പെടുത്തുന്നു, യെസ്, എൻ്റെ യൂണിയൻ ഉണ്ട്, എൻ്റെ യൂണിയൻ സത്യമാണ്, എൻ്റെ ട്വിൻ ഫ്ലെയിമാണ്, അതെൻ്റെ ട്വിൻ ഫ്ലെയിമാണ്, ഞങ്ങളുടെ യൂണിയൻ സത്യമാണ്, ഞാൻ എൻ്റെ യൂണിയനിൽ വിശ്വസിക്കുന്നു, ഞാൻ ആ കള്ളത്തിനെക്കാട്ടിലുപരി ഞാൻ എൻ്റെ യൂണിയനിൽ വിശ്വസിക്കുന്നു, ഞാൻ ആ ഇലൂഷനെക്കാട്ടിലുപരി ഞാൻ എൻ്റെ യൂണിയന് ശക്തി കൊടുക്കുന്നു, ഞാൻ എൻ്റെ യൂണിയനെ ബിലീവ് ചെയ്യുന്നു, എൻ്റെ യൂണിയൻ സത്യമാണ്. ബിക്കോസ് എനിക്കിത് ഭഗവാൻ തന്ന ജേണിയാണ്. ഞാൻ എൻ്റെ ഭഗവാനിൽ വിശ്വസിക്കുന്നു, ഞാൻ എൻ്റെ ആത്മാവിൽ വിശ്വസിക്കുന്നു, ഞാൻ നിന്നെ വിശ്വസിക്കുന്നു. നിങ്ങളോട് പറയേണ്ട ഒരു കാര്യമാണ്, ഞാൻ നിന്നെ വിശ്വസിക്കുന്നു. ബിക്കോസ് നിങ്ങളുടെ സോളാണ് അത് കൺഫേം ചെയ്ത് പറഞ്ഞത്, ദാറ്റ് ദിസ് ഇസ് യുവർ മാൻ അല്ലെങ്കിൽ ദിസ് ഇസ് യുവർ വുമൻ. സോ നിങ്ങൾ നിങ്ങളുടെ സോളിനോടാണ് പറഞ്ഞത്, ഞാൻ നിന്നെ വിശ്വസിക്കുന്നുണ്ട്, നമ്മുടെ യൂണിയനെ വിശ്വസിക്കുന്നുണ്ട്, ഈശ്വരനെ വിശ്വസിക്കുന്നുണ്ട്, ഞാൻ ഈശ്വരനെ വിശ്വസിക്കുന്നുണ്ട്. ആ വിശ്വാസത്തെ നിങ്ങൾ ഊട്ടി ഉറപ്പിക്കുക. നിങ്ങളുടെ യൂണിയൻ സത്യമാണ്. നിങ്ങളുടെ ഡിവൈൻ മാസ്കുലൻ നിങ്ങളുടെ മാത്രം ഡിവൈൻ മാസ്കുലൻ, നിങ്ങളുടെ ഡിവൈൻ ഫെമിനൻ നിങ്ങളുടെ മാത്രം ഡിവൈൻ ഫെമിനൻ ആണ്. ബിക്കോസ് ഇറ്റ്സ് മെന്റ് ടു ബി. പിന്നെ എന്തുകൊണ്ടത് കാണുക വെച്ചാൽ, ആ ഇലൂഷനെ നിങ്ങൾ എത്രമാത്രം പവർ കൊടുക്കുന്നു, ആ ഇലൂഷൻ നിങ്ങൾ അത്രമാത്രം നിങ്ങളുടെ ആ ഫിയറിൽ ആ ഇലൂഷൻ ഫുഡ് പോലെ, മനസ്സിലായില്ലേ, ഫുഡ് പോലെ അതിന് കിട്ടും, അത് വളർന്നുകൊണ്ടേയിരിക്കും. അപ്പം നമ്മൾ എന്താ ചെയ്യുക, അതിന് ഫുഡ് കൊടുക്കാതിരിക്കുക. ഫുഡ് എങ്ങനെ കൊടുക്കാതിരിക്കണം, എങ്ങനെ നമ്മൾ ഫുഡ് കൊടുക്കാതിരിക്കണം, നമ്മൾ നമ്മുടെ വിശ്വാസത്തെ സ്ട്രോങ് ആക്കുക. ആ ഇലൂഷനെസ്, അപ്പം എന്താ, ഫുഡ് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക, ഇലൂഷൻ എന്താ പറയുക, ഇലൂഷൻ കരിഞ്ഞുണങ്ങി പോവും, മനസ്സിലായില്ലേ. സോ അത് വേണം. സോ സ്റ്റക്കാവുന്ന എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിൽ ഡൗട്ട് വരും. ഡൗട്ടിനെ ഇല്ലാണ്ടാക്കുക, ഡൗട്ടിനെ ഫീഡ് ചെയ്യാതിരിക്കുക. അപ്പോഴും ഡൗട്ട് വരുമ്പോൾ മനസ്സിനോട് ചോദിക്കാം. അപ്പോൾ മനസ്സ് ഡൗട്ട് വരുമ്പോൾ ലൈക്ക് നീ അതിൻ്റെ ട്വിൻ ഫ്ലെയിം ആണോ? സോ ഡൗട്ടിനോട് ചോദിക്കുക, എന്തുകൊണ്ടാണ് ആ ഡൗട്ട് വന്നത്? കാരണം അവൻ അല്ലെങ്കിൽ അവൾ, നിങ്ങൾ ഡിവൈൻ ഫെമിനൻ അല്ലെങ്കിൽ ഡിവൈൻ മാസ്കുലിൻ ഹാപ്പി ആയതുകൊണ്ടാണോ? സോ ആലോചിക്കുക, എവിടെയാണ് ഞാൻ ഹാപ്പി അല്ലാത്തത്? സോ അവിടെ ഹാപ്പിനെസ് കൊടുക്കുക. സോ എന്നിട്ട് പറയുക, എൻ്റെ ഡിവൈൻ മാസ്കുലിൻ എന്നെ മാത്രമാണ് സ്നേഹിക്കുന്നത്, ഞാൻ എൻ്റെ ഡിവൈൻ മാസ്കുലിനെ മാത്രമാണ് സ്നേഹിക്കുന്നത്. എൻ്റെ ഡിവൈൻ ഫെമിനൻ, നിങ്ങളുടെ ഒരു മാസ്കുലിൻ ആണെങ്കിൽ എൻ്റെ ഡിവൈൻ ഫെമിനൻ എന്നെ മാത്രമാണ് സ്നേഹിക്കുന്നത്, ഞാൻ എൻ്റെ ഡിവൈൻ ഫെമിനനെ മാത്രമാണ് സ്നേഹിക്കാൻ. സ്റ്റിക്ക് ടു ദാറ്റ്, അതിൽ ഉറച്ചു നിൽക്കുക, മനസ്സിലായില്ല. ഇതിൽ നിന്ന് നിങ്ങൾ മാറാൻ പാടില്ല. പുറമെ എന്ത് വേണമെങ്കിലും ആൾക്കാർക്ക് കാണിക്കാമല്ലോ, ഉള്ളിൻ്റെ ഉള്ളിൽ എന്താ നമുക്ക് അറിയത്തില്ലല്ലോ. സോ ജസ്റ്റ് നിങ്ങളുടെ സത്യത്തെ മുറുക്ക പിടിക്കുക. നമ്മൾ എത്രത്തോളം മുറുക്ക പിടിക്കുന്നു, ആ സ്റ്റക്കിങ് എനർജി മാറും. കാരണം ആ സ്റ്റക്ക് വരുന്നത് എന്തുകൊണ്ടാണ്, നമ്മുടെ ഉള്ളിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് നമ്മൾ സ്റ്റക്കായി പോകുന്നത്. അത് വേറെ ആരുടെയും കുഴപ്പമില്ല, നമ്മുടെ മാത്രം കുഴപ്പം. കാരണം നമ്മളെ ഈഗോൻ്റെ ആയിട്ടൊരു ബൗണ്ടറി വെക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ബൗണ്ടറി വെക്കാത്തത് കൊണ്ടാണ് നമ്മൾ ഈഗോൻ്റെ സ്ലേവായി മാറുന്നത്. മൈൻഡ് ഏറ്റവും മോസ്റ്റ് പവർഫുൾ വെപ്പനാണ്. അതിനെ നമ്മൾ വിശ്വാസത്തിൽ ഫീഡ് ചെയ്യുവാണെങ്കിൽ ആ വിശ്വാസത്തെ അത് കാണിക്കും. നിങ്ങൾ എന്ത് വിശ്വസിക്കുന്നത് അത് നിങ്ങൾക്ക് ചെയ്തു തരും. പൂർണ്ണ വിശ്വാസം, നിങ്ങളുടെ വിശ്വാസം സെപ്പറേഷനിൽ അത്രയും കൂടുതലായിട്ടാണ് നിങ്ങളെ സെപ്പറേഷൻ മുന്നിൽ കാണിച്ചു തരുന്നത്. നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമും കാണിച്ചത് നിങ്ങളുടെ ബിലീഫ് സിസ്റ്റവും കാണിച്ചു തരുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഈ ബ്രെയിനിനെ, അപ്പോൾ ആ സമയം നിങ്ങൾ ഇലൂഷനിൽ കൊടുക്കുമ്പോൾ നിങ്ങൾ ഈ ബ്രെയിൻ അടിമയാണ്. പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നത്, ഈ ബ്രെയിനെ നമ്മുടെ അധീനതയിലാക്കണം, നമ്മൾ അതിനെ കൺട്രോൾ ചെയ്യണം. നോ, അത് ഇലൂഷനാണ്. എൻ്റെ സത്യം എന്താണ്, എൻ്റെ ട്വിൻ ഫ്ലെയിം എന്നെ മാത്രമാണ് സ്നേഹിക്കുന്നത്, എൻ്റെ ഡിവൈൻ മാസ്കുലിൻ എന്നെ മാത്രമാണ് സ്നേഹിക്കുന്നത്, എൻ്റെ ഡിവൈൻ ഫെമിനൻ എന്നെ മാത്രമാണ് സ്നേഹിക്കുന്നത്. ദിസ് ഇസ് അവർ ട്രൂത്ത്. ഇതാണ് എൻ്റെ സത്യം, ഇതാണ് എൻ്റെ ഈശ്വരൻ്റെ സത്യം.
ഹൃദയത്തിലേക്ക് പോകാൻ ഫീൽ യുവർ മാസ്കുലിൻ ആൻഡ് ഫീൽ യുവർ ഫെമിനൻ ഇൻ യുവർ ഹാർട്ട് സെൻറ്റർ, നോട്ട് ഔട്ട്സൈഡ്. ഓക്കെ, നിങ്ങൾ ഇങ്ങനെ ചെയ്യൂ, നിങ്ങളുടെ ഉള്ളിൽ സ്റ്റക്നെസ് മാറത്തില്ല. എപ്പോഴൊക്കെ നിങ്ങൾ സ്റ്റക്കാവുന്നു, ജസ്റ്റ് സ്റ്റിക്ക് ടു യുവർ ട്രൂത്ത്. നിങ്ങളുടെ സത്യത്തിൽ ഉറച്ചു നിൽക്കുക. ഇത് പാടാണ്, ആദ്യമൊക്കെ നമുക്ക് പറ്റത്തില്ല, പക്ഷെ നമ്മൾ ചെയ്ത് വരുമ്പോൾ യു വിൽ സീ ദ മാജിക്. എത്രത്തോളം നിങ്ങൾ നിങ്ങളെ സത്യത്തെ ഊട്ടി ഉറപ്പിക്കുന്നു, അത്രത്തോളം നിങ്ങളുടെ സത്യത്തിൻ്റെ മസിൽസ് വളരും. നിങ്ങളുടെ ആ ഇലൂഷന് നിങ്ങൾ ഫുഡ് കിട്ടാതാകും, അത് ഉണങ്ങിപ്പോകും. ഓക്കെ, സോ ഹോപ്പ് നിങ്ങൾക്ക് മനസ്സിലായി എങ്ങനെ സ്റ്റക്കിങ് എനർജിയിൽ നിന്ന് പുറത്ത് വരാമെന്ന്. ഓക്കെ, സോ പ്ലീസ് വീണ്ടും ഞാൻ പറയുന്നു, നിങ്ങളുടെ യൂണിയൻ ഈശ്വരൻ ഓൾറെഡി നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അത് മാനിഫെസ്റ്റ് ചെയ്യേണ്ട നേരം മീൻസ് അതായത് വൈകുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ബിലീഫ് സിസ്റ്റം ഏത് എനർജിനെയാണോ ഊട്ടി ഉറപ്പിക്കുന്നത് ആ എനർജിയാണ് കാണുന്നത്. ആൻഡ് ഇനി എങ്ങനെ സംഭവിക്കും, നിങ്ങൾ ട്വിൻ ഫ്ലെയിമിന് എങ്ങനെ അവേക്കനിങ് ഉണ്ടാകും, അല്ലെങ്കിൽ എന്ന് റിയലൈസേഷൻ വരും എന്നുള്ളത് നിങ്ങളുടെ ധർമ്മമല്ല. അത് കാരണം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് അവേക്കനിങ്ങും ആൻഡ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെപ്പോൾ സ്പിരിച്വൽ അവേക്കൻ ആവണം, എപ്പോൾ നിങ്ങൾ ട്വിൻ ഫ്ലെയിമിൻ്റെ കാര്യങ്ങൾ അറിയണം, എന്തൊക്കെയാണ് ശരി എന്നുള്ളത് ഈശ്വരനല്ലേ നിങ്ങൾക്ക് ഗൈഡ് ചെയ്ത് തന്നല്ലേ, ഈശ്വരനല്ലേ കാട്ടി തന്നത്. സോ ആ ഒരു സ്പേസ് ഈശ്വരൻ്റെയും നിങ്ങൾ ട്വിൻ ഫ്ലെയിമിൻ്റെ ഇടയ്ക്കുള്ള കാര്യമാണ്. അതിൽ നിങ്ങൾക്ക് കൈകടത്താനുള്ള അവകാശമില്ല. ബിക്കോസ് അദ്ദേഹത്തിന് അല്ലെങ്കിൽ നിങ്ങൾ ട്വിൻ ഫ്ലെയിമിന് നിങ്ങളുടെ ഫെമിനൻ ആയിക്കോട്ടെ മാസ്കുലിൻ ആയിക്കോട്ടെ, അവരും ഈശ്വരൻ തമ്മിലൊരു കോൺട്രാക്റ്റ് ഉണ്ട്. ഈ ഒരു ടൈം ഓഫ് പീരീഡിൽ അവർക്ക് മീൻസ് അവരുടെ സോൾ ലെവലിൽ അവർക്കറിയാം, അവർക്ക് മീൻസ് ഇപ്പം പ്രസൻറ്റ് ലെവലിൽ അത് ഫീൽ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ യെസ് ഇവൾ പറയുന്നത് അല്ലെങ്കിൽ ഇവൻ പറയുന്നത് കറക്റ്റാണ്, അൺഡിനയബിൾ എന്തോ ഒരു കണക്ഷൻ ഉണ്ട്, അവർക്കറിയാം അൺഡിനയബിൾ ഒരു അട്രാക്ഷൻ ഉണ്ട്, സ്നേഹമുണ്ട്. പക്ഷെ അവർ അത് ആ സമയത്ത് ഒരു ഈഗോസിൻ്റെ കാര്യം കൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് ട്രിഗർ തരാനുള്ളവരുടെ കഴിവായതുകൊണ്ട് അവർ ആ സമ്മതിച്ച് തരത്തില്ല. പക്ഷെ ദേ നോ സംതിങ് ദെയർ, അവിടെ എന്തോ ഒരു കണക്ഷൻ ഉണ്ട്. അവർക്കും ഡിനൈ ചെയ്യാൻ പറ്റത്തില്ല ഈ കണക്ഷൻ ഇല്ലെന്ന്, അവർക്കും അറിയാം കണക്ഷൻ ഉണ്ട്. പക്ഷെ എക്സാക്ട്ലി എന്താണെന്ന് അവരുടെ കോൺഷ്യസ് ലെവലിൽ അവർക്കറിയില്ല. ബട്ട് സബ് കോൺഷ്യസ് ലെവലിൽ ദേ നോ, അവരുടെ സോളിനും അറിയാം നമ്മൾ ആരാണെന്നുള്ള സത്യം, ഈ ജേണി എന്താണെന്നുള്ള സത്യം. പക്ഷെ അവർക്ക് ആ റിയലൈസേഷൻ ഉണ്ടല്ലോ, റിയലൈസേഷൻ, ആ റിയലൈസേഷൻ എങ്ങനെ എപ്പോൾ സംഭവിക്കുന്നുള്ളത് ഭഗവാന്റെ കയ്യിലാണ്, നിങ്ങളുടെ കയ്യിലിരിക്കുകയാണ്. അല്ല ഇങ്ങനെയുള്ള സെനാരിയോ നിങ്ങൾ ചിന്തിച്ചത് കൊണ്ട് അങ്ങനെ സംഭവിക്കണമെന്നില്ല. പിന്നെ നിങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ അറിയേണ്ട സമയത്ത് അറിഞ്ഞു തന്നെ ഇരിക്കും. മനസ്സിലായില്ലേ? അത് നിങ്ങളെ ഭഗവാൻ എങ്ങനെയായാലും അറിയിപ്പിക്കുക, ചെയ്യാൻ തന്നെ ചെയ്യും. നിങ്ങൾ ട്വിൻ ഫ്ലെയിമിൻ്റെ ലൈഫിൽ ഇങ്ങനെ ഒരു കാര്യമുണ്ടെന്ന് നിങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്വിൻ ഫ്ലെയിം വഴിയോ അല്ലെങ്കിൽ നിങ്ങൾ വേറെ ആരെങ്കിലും വഴിയോ നിങ്ങൾ അറിഞ്ഞിരിക്കും അത്. ബിക്കോസ് അതാണ് കാരണം, ബിക്കോസ് ഈ ജേണലിലെ ഏറ്റവും വലിയ പ്രത്യേകത ഇതാണ്, എന്തായാലും നിങ്ങൾ അറിഞ്ഞിരിക്കും നോ മാറ്റർ വാട്ട്. ബിക്കോസ് ഈ കണക്ഷൻ ഇറ്റ്സ് ഡിവൈൻ, ഇറ്റ്സ് പ്യുവർലി ഡിവൈൻ ആൻഡ് ഇത് സ്പിരിച്വൽ ആണ്, ആധ്യാത്മിക ഉന്നതിക്ക് വേണ്ടിയാണ്. ആൻഡ് പ്ലീസ് ഞാൻ വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ്, ആൾക്കാർ ജഡ്ജ് ചെയ്യുവാണെങ്കിൽ ജഡ്ജ് ചെയ്യട്ടെ. ലെറ്റ് ദം ജഡ്ജ് യു, ലെറ്റ് ദം മിസ്അണ്ടർസ്റ്റാൻഡ് യു. അവർ നിങ്ങളെ തെറ്റിദ്ധരിക്കപ്പെടുവാണോ തെറ്റിദ്ധരിക്കപ്പെടട്ടെ. നമ്മൾ നമ്മുടെ കാര്യം നോക്കി പോവുക, നമ്മുടെ വിശ്വാസം ഊട്ടി ഉറപ്പിക്കുക. നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിങ് നിങ്ങളുടെ സോളുമായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ട്വിൻ ഫ്ലെയിമിനോടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ തീർക്കുക. മറ്റുള്ളവരെ പറഞ്ഞ് തിരുത്താൻ നമുക്ക് പറ്റില്ലല്ലോ. സോ നമ്മൾ നമ്മുടെ ധർമ്മം ചെയ്യുക, നമ്മുടെ കർമ്മം ചെയ്യുക, ഈശ്വരനിൽ ഉറക്കുക, ഈശ്വരൻ്റെ വഴി മീൻസ് ഈശ്വരനിൽ സമർപ്പിക്കുക, എല്ലാം സറണ്ടർ ചെയ്യുക. നമ്മുടെ കയ്യിലുള്ളത് എന്താണ്, ഇന്നർ വർക്ക് ചെയ്യുക, ലവിനെ ചൂസ് ചെയ്യുക, ഈശ്വരനെ ചൂസ് ചെയ്യുക. നമ്മുടെ കയ്യിലില്ലാത്തത് എന്താണ്, എപ്പോൾ സംഭവിക്കും, നമ്മുടെ യൂണിയൻ എങ്ങനെ സംഭവിക്കും, അതായത് എങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യപ്പെടും, എങ്ങനെ അതൊന്നും നമ്മുടെ കയ്യിലല്ല. സോ നമ്മുടെ കയ്യിലില്ലാത്ത ഹൗ എന്ന സംഭവം എങ്ങനെ സംഭവിക്കും എന്നുള്ള കാര്യം ഈശ്വരനിൽ സറണ്ടർ ചെയ്യുക, സമർപ്പിക്കുക. ആൻഡ് റെസ്റ്റ് ഓഫ് ദ തിങ്സ് നിങ്ങളുടെ കയ്യിലാണുള്ളത്. ഓക്കെ, സോ ചൂസ് ഗോഡ്, ചൂസ് യുവർ സെൽഫ് ആൻഡ് ചൂസ് യുവർ ട്വിൻ ഫ്ലെയിം ആൻഡ് ചൂസ് യുവർ യൂണിയൻ നോ മാറ്റർ വാട്ട്. ആൻഡ് നിങ്ങളുടെ യൂണിയൻ സംഭവിക്കുക തന്നെ ചെയ്യും. എന്ത് തന്നെ തടസ്സം ഉണ്ടായാലും ദാറ്റ് ഡസൻറ്റ് മാറ്റർ. പക്ഷേ നിങ്ങൾ ഗിവ് അപ്പ് ചെയ്യരുത്.
ഇറ്റ്സ് അപ് ടു യു. നിങ്ങൾക്ക് ഈ കണക്ഷനെ വലിച്ചു നീട്ടാം, വർഷങ്ങളോളം നീട്ടിക്കൊണ്ട് പോവാം പെയിനിന്. പക്ഷേ ഇതൊരിക്കലും നിങ്ങൾക്ക് നിർത്താൻ പറ്റത്തില്ല. ഓക്കെ, സോ ഇറ്റ്സ് അപ് ടു യു, നിങ്ങളുടെ ആഗ്രഹം എന്താണ്. സോ ഹോപ്പ് നിങ്ങൾ സ്റ്റക്കായവർക്ക് ഒരു ആൻസർ കിട്ടിക്കാണും, അല്ലെങ്കിൽ ഒരു എങ്ങനെ ഇതിൽ നിന്നും പുറത്തിറങ്ങണം എന്നൊരു മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് വൺസ് അഗെയിൻ ഫ്രം മൈ ബോട്ടം ഓഫ് മൈ ഹാർട്ട്, താങ്ക് യു സോ മച്ച് ഫോർ യുവർ ലവ് ആൻഡ് സപ്പോർട്ട്, ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ 1000+ subscribers. And thank you. See you in the next video. Bye and take care.